എക്സാം കാപ്സ്യൂൾ. SSC GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള യോഗ്യത എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ കരിയർ വിദഗ്ധനും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അക്കാഡമിക് ഹെഡുമായ ശ്രീ വിഷ്ണു കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. 2025 GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്കായി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ssc.nic.in എന്ന് പറയുന്ന SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളൊരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ അവിടെ ചെയ്യണം. ആ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ഈ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ SSC നടത്തുന്ന ഓരോ പരീക്ഷകൾക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് വേണം നിങ്ങൾ SSC GD കോൺസ്റ്റബിൾ പരീക്ഷ ssc.nic.in എന്ന് പറയുന്ന അതേ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് SSC GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്കായി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ പരീക്ഷയ്ക്ക് നമുക്ക് ആരൊക്കെയാണ് എലിജിബിൾ, അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ പരീക്ഷ എഴുതാൻ യോഗ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. 18 വയസ്സിനും 23 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സിനും 23 വയസ്സിനും ഇടയിൽ പ്രായമെന്ന് പറയുമ്പോൾ 2025 1/1 അതായത് ജനുവരി 1, 2025 നിങ്ങൾ 23 വയസ്സ് കഴിഞ്ഞ ഒരാളാകാൻ പാടില്ല. ഇത് ജനറൽ കാറ്റഗറി, റിസർവേഷൻ ഇല്ലാത്ത കാറ്റഗറിയുടെ കാര്യം പറയുമ്പോഴാണ് ഈ 23 വയസ്സ് എന്ന് പറയുന്ന ഒരു ഏജ് ലിമിറ്റ്, പ്രായ പരിധി വരുന്നത്. ഇപ്പോൾ ഒരു OBC കാറ്റഗറി, നിങ്ങളൊരു റിസർവേഷനുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ ഈ പ്രായ പരിധിയിൽ ഇളവ് കിട്ടും. അതായത് 23 വയസ്സാണ് ജനറൽ കാറ്റഗറിക്കെങ്കിൽ OBC കാറ്റഗറിയിൽ നിന്നുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 26 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ SC ST കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബോ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ 5 വർഷം വരെ, അതായത് 28 വയസ്സ് വരെ അവർക്ക് ആ പ്രായ പരിധിയിൽ ഒരു ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഒരു കമ്മ്യൂണിറ്റിയിലാണ് ബിലോങ് ചെയ്യുന്നത്, അതോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ, അതിനനുസരിച്ച് പ്രായപരിധിയിലും വ്യത്യാസം വരും. അപ്പോൾ ആ വിജ്ഞാപനം പ്രോപ്പർ ആയിട്ട് നല്ല ഭംഗിയായി നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് എലിജിബിൾ ആയിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2002 ജനുവരി 2 മുൻപ് ജനിച്ച ഒരാളാകാൻ പാടില്ല. 2007 ജനുവരി 1 ശേഷം ജനിച്ച ഒരാളാവാനും പാടില്ല. അതാണ് ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. 2002 ജനുവരി 2 2007 ജനുവരി 1. അപ്പം നമ്മൾ ആ വിജ്ഞാപനം പ്രോപ്പറായിട്ട് വായിക്കണം. SSC GD കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിജ്ഞാപനം ലഭിക്കും. അപ്പോൾ ആ വിജ്ഞാപനം വായിച്ചു നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു മത്സര പരീക്ഷ ആയതുകൊണ്ട് തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ പരീക്ഷ നടത്തുക. ഇതിനാദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാവും. ഒരു പോലീസ് സേനയിലേക്കുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫിസിക്കൽ ടെസ്റ്റും ഒരു മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാകും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിയെ ഫിസിക്കൽ ടെസ്റ്റിന് കോൾ ഫോർ ചെയ്യും. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് 5 കിലോമീറ്റർ ഓട്ടമാണ്, അത് 24 മിനിറ്റിൽ പൂർത്തീകരിക്കണം. പെൺകുട്ടികൾക്കാണെങ്കിൽ അത് 1.6 കിലോമീറ്റർ ഓടിയാൽ മതി, പക്ഷേ 8.5 മിനിറ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഏതൊരു സേനയിലേക്കും എന്നുള്ളത് പോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് തന്നെയാണ് SSC GD കോൺസ്റ്റബിളിന് ഉണ്ടാവുക. അപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ചില ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ നിന്നോ OBC കാറ്റഗറിയിൽ നിന്നോ SC കാറ്റഗറിയിൽ നിന്നോ അപേക്ഷിക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. പെൺകുട്ടിയാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടാകണം. ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പുരുഷന്മാർക്ക് 162.5 സെൻറ്റിമീറ്റർ ഉയരവും പെൺകുട്ടികൾക്ക് 150 സെൻറ്റിമീറ്റർ ഉയരവുമാണ് വേണ്ടത്. SSC GD കോൺസ്റ്റബിൾ പരീക്ഷയുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചാണ് കരിയർ വിദഗ്ധനും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അക്കാഡമിക് ഹെഡുമായ ശ്രീ വിഷ്ണു കെ സുരേന്ദ്രൻ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചത്. എക്സാം കാപ്സ്യൂൾ.